നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഇന്ദ്രജിയുടെ വീട്ടിലെ റെയ്ഡില് ഞാനും ഉണ്ടായിരുന്നു, സഹീറ മാഡത്തിനൊപ്പം. റെയ്ഡിൽ ഉണ്ടായിരുന്നോ? എന്നിട്ട് അവിടെ ഒരു മുറിയില് ആരോ ഉണ്ടായിരുന്നു. അത് മീനാക്ഷി ആയിരുന്നോന്ന് എനിക്ക് ഉറപ്പില്ല. അത് മീനാക്ഷി ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഗിരീഷ് നമ്പ്യാരെയും നന്ദിനിയെയും ഒരിക്കൽ കൂടി നമ്മൾ വിഡ്ഢികളാക്കി അല്ലേ? എന്താ, ശത്രുവിനെ തോൽപ്പിക്കുമ്പോ ചെറിയൊരു സന്തോഷമൊക്കെ ഇല്ലേ? അയ്യോ, ചെറിയ സന്തോഷം അല്ല സഹീറ, വലിയ വലിയ സന്തോഷം. അവള് കരയണം. അവള് കരഞ്ഞു കരഞ്ഞ് ഈ മണ്ണിൽ വീണ് തകർന്ന് ഇല്ലാണ്ടാവണം. എന്നാലേ എനിക്ക് തൃപ്തിയാവൂ. അല്ല, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കോ, ഈ മീനാക്ഷി ഇങ്ങനെ ബോധം കെടുത്തി എത്ര നാൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാനാ പ്ലാൻ? സഹീറ, മീനാക്ഷി എനിക്ക് ഇവിടെ വേണം. അതുപോലെ തന്നെ ഇത് സ്നേഹം കൊണ്ടുള്ള ഒരു ചിലന്തി വലയാ. സ്വർണവലയുള്ള ചിലന്തിയാ ഞാൻ. ഈ വലയിൽ നിന്ന് മീനാക്ഷിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഒന്നോ രണ്ടോ ദിവസം അവളിവിടെ ഈ കിടപ്പ് കിടന്നാൽ അവളും ചെമ്പകമംഗലവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. കാർത്തികമായിട്ടുള്ള വിവാഹബന്ധം മോചിപ്പിച്ച മീനാക്ഷി പിന്നെ എന്നേക്കുമായി ഈ വീട്ടില, ഈ മാധവ മന്ദിരത്തിൽ. എനിക്ക് ആ കാർത്തിക്കിന്റെ കണ്ണീര് കണ്ട മാത്രം മതി. ഇനി ഞാൻ മറ്റൊരു ക്യാരക്ടറായി മാറാനിരിക്കുക. കണ്ടോ? അത് നമ്മുടെ ഡ്രാമയല്ലേ, അതിലൊരു റോള് എനിക്കും ഉണ്ടല്ലോ. മിസ്റ്റർ നമ്പ്യ, മീനാക്ഷി ഇവിടെയില്ല. മീനാക്ഷിക്ക് വേണ്ടി കുട്ടിക്കാലത്ത് ഞാൻ മേടിച്ച 1-2 പട്ടുപാവാടകൾ ഇവിടെ ഇരിപ്പുണ്ട്. അത് കാണിച്ചു തന്നാ മതിയോ അഭ്യുദയാകാംക്ഷിക്ക്? മീനാക്ഷി ഇവിടെ ഇല്ലായിരിക്കാം, പക്ഷെ ആ കുട്ടിയെ പിടിച്ചോണ്ട് വന്ന് തടവിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാ. തനിക്ക് എന്താടോ വട്ടുണ്ടോ? എന്റെ മകളെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തിനാ? ഇതൊക്കെ നിങ്ങളുടെ ഡ്രാമയാ. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി അറിയാം നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കള്ളമാണെന്ന്. അപ്പോ ഞാൻ റെഡി ചെയ്തത് മിസ്റ്റർ നമ്പ്യാർക്ക് വിശ്വാസമായില്ലേ? എന്താ നമ്പ്യാരെ ഒന്നും മിണ്ടാത്തത്? അല്ല, ഇനിയിപ്പോ വിശ്വാസമായില്ല എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാനൊക്കും? മാഡത്തിന്റെ റെയ്ഡ് കഴിഞ്ഞില്ലേ? അപ്പൊ നമ്പ്യാർക്ക് വിശ്വാസമായില്ല എന്നർത്ഥം. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല മാഡം. മാഡം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറല്ലേ, ACP. എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. പക്ഷെ അത് ഇവര് മുഖംമൂടി ധരിച്ചു നടക്കുന്ന ഒരു സ്ത്രീയാ. മീനാക്ഷി ഈ മാധവ മന്ദിരത്തിലേക്ക് കയറി വന്നത് കണ്ടവരുണ്ട്. മീനാക്ഷി പിന്നെ എങ്ങും പോയിട്ടുമില്ല. ACP പറഞ്ഞ അനുസരിച്ച് മീനാക്ഷി ഇവിടെ ഇല്ലായിരിക്കാം, പക്ഷേ മീനാക്ഷി ഇവരുടെ കസ്റ്റഡിയിൽ എവിടെയോ ഉണ്ട്. തനിക്ക് ഭ്രാന്ത. ദേ, ഇനി ഇവിടെ നിന്ന് ഇയാൾ എന്നോട് മോശമായി സംസാരിച്ച ഇന്ദ്രജയുടെ മറ്റൊരു മുഖം ഇയാൾ കാണും. ഇയാളോട് പോകാൻ പറ മാഡം. ഞാൻ പോകാം, പക്ഷെ മീനാക്ഷി എവിടെയുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തും. അതിലൊരു സംശയവും വേണ്ട.
മാഡം ഇപ്പൊ പേടിക്കേണ്ടത് മറ്റാരെയുമല്ല, മാഡത്തിന്റെ അച്ഛനെയാ. മഹാഭാവിയായ നിനക്ക് ദൈവം പോലും മാപ്പ് തരില്ലടി. ആരുടെ മാപ്പ് എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുക്കും. അച്ഛൻ പോയി കിടക്ക്, ഇപ്പോ രോഗിയാ. ടെൻഷൻ ആവാതെ ദൈവമേ, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. മീനാക്ഷിക്കും കുഞ്ഞിനും ഒരാപത്തും വരില്ല, അവര് വരും. എന്താ ഗിരി, അവരവിടെ ഇല്ലേ? ഇല്ല. റെയ്ഡൊക്കെ നടന്നു, മീനാക്ഷിയും കുഞ്ഞിനെയും കണ്ടുകിട്ടിയില്ല. ഇനി സഹീറയുടെ ഒരു പ്ലേ ആയിരുന്നു ഇതെന്ന് പറയാനും പറ്റില്ല. ഹലോ ഹലോ, നന്ദിനി മാഡം അല്ലേ? അതെ. ഹോ ഭാഗ്യം, ഈ നമ്പർ ഒന്ന് തപ്പിയെടുക്കാൻ ഞാൻ എത്ര പാടുപെട്ടൂന്നറിയോ? ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലേ? ഞാൻ കൃപയാ, പോലീസുകാരി. ഓ, കൃപ മനസ്സിലായി. പറയൂ മാഡം. അതെ, ആ ഇന്ദ്രജിയുടെ വീട്ടിലെ റെയ്ഡില് ഞാനും ഉണ്ടായിരുന്നു, സഹീറ മാഡത്തിനൊപ്പം. റെയ്ഡിൽ ഉണ്ടായിരുന്നോ? എന്നിട്ട്? അവിടെ ഒരു മുറിയില് ആരോ ഉണ്ടായിരുന്നു. അത് മീനാക്ഷി ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല. അത് മീനാക്ഷി ആകാൻ സാധ്യതയുണ്ട്. എന്റെ ഒരു ഡൗട്ട് ഞാൻ അറിയിച്ചെന്ന് മാത്രം. വച്ചോട്ടെ എന്നാ. ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.